പ്രൈസ് ദി ലോർഡ്. ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് നീങ്ങുവാനായിട്ട് ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തിനരികെ അവനുള്ളതാൽ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാം. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാം. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാം. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടക്കുന്നവൻ, കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തിനരികെ അവനുള്ളതാ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാട്ടെ. എല്ലാവർക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. ക്രൈസ്തവ സഹോദരങ്ങൾ പ്രാർത്ഥനകൾക്ക് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കാറുണ്ട്. ദേവാലയ ആരാധനകളിലെ പ്രാർത്ഥന, കൂട്ടായ്മ പ്രാർത്ഥന, ഭവന പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന തുടങ്ങിയ പ്രാർത്ഥനകളെല്ലാം മന്മയനായ മനുഷ്യനെ സർവശക്തനായ ദൈവവുമായി ബന്ധിപ്പിക്കുവാനുള്ള മുഖാന്തരങ്ങളാണെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവസന്നിധിയിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിൽ ആയിരിക്കണമെന്ന വിശുദ്ധ യൂദ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു.
നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക അഭിവൃദ്ധി വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്ന് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. യൂദ 20:21 യൂദ എഴുതിയത് പുസ്തകത്തിൽ നിന്നും 20-21 വചനമാണിത്. നാം എന്ത് പ്രാർത്ഥിക്കണമെന്നോ ഏത് രീതിയിൽ പ്രാർത്ഥിക്കണമെന്നോ അറിയാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണനിന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുവെന്ന് പൗലോസ് റോമിലെ വിശ്വാസികളെ ഉപദേശിക്കുന്നു. റോമൻ 8:26. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനകളിലെ അവിഭാജ്യ ഘടകമായി തീരുമ്പോഴാണ് അവ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളതായി തീരുന്നത്. യാന്ത്രികമായി ഉരുവിടുന്ന പ്രാർത്ഥനകളുടെ ദൈർഘ്യങ്ങളെക്കാളും അവയുടെ ആവർത്തനങ്ങളെക്കാളും ഉപരി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എത്രമാത്രം പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചാണ് സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ തൻ്റെ വേലയ്ക്ക് അധികമധികമായി ഉപയോഗിക്കുവാൻ മുഖാന്തരമൊരുക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയണമെങ്കിൽ നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമായി മാറണം. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കർത്താവായ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഒരു മന്ദിരത്തെ എത്ര വിശുദ്ധിയോട് സൂക്ഷിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അശുദ്ധമായിട്ടുള്ളതൊന്നും അതിൽ കടന്നു വരാതിരിക്കാനായിട്ടാണ് മന്ദിരം, കർത്താവായ ദൈവം ഇറങ്ങി വന്ന് വസിക്കുന്ന സ്ഥലമാണ് മന്ദിരമെന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തെ അതുപോലെ വിശുദ്ധിയോടെ കാത്തുകൊണ്ട് ഹൃദയത്തിൽ കർത്താവായ ദൈവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കും. നമുക്ക് ബലഹീനമായിരിക്കുന്ന സമയത്ത് നമുക്കെന്ത് പ്രാർത്ഥിക്കണമെന്നറിയത്തില്ല, പ്രാർത്ഥിപ്പാനായിട്ട് തോന്നുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് നമുക്കായിട്ട് എന്ത് പ്രാർത്ഥിക്കണോ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ നാവിലൂടെ പരിശുദ്ധാത്മാവ് ഉരുവിടും. അപ്പോൾ അത് ഒരു വെളിപ്പാടോടുള്ളൊരു പ്രാർത്ഥനയായിട്ട് മാറുന്നു. നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ ദിവസവും വിശുദ്ധിയുള്ള ജീവിതത്തിന് വേണ്ടി താഴ്ത്തി സമർപ്പിച്ച് ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവായ ദൈവത്തിനോട് ആത്മാവിനെ പകരുവാനായിട്ട് പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ വെളിപ്പാടിലൂടെ പ്രാർത്ഥിപ്പാനായിട്ട് യാചിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയും നമ്മളിലൂടെ കർത്താവ് വെളിപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു ജീവിതമാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടത്. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ വായിൽ തോന്നുന്നവണക്കോ ഹൃദയത്തിൽ തോന്നുന്നവണക്കോ ലോകപരമായിട്ടോ പ്രാർത്ഥിക്കാനുള്ളതല്ല. ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കണം. എങ്കിലേ കർത്താവായ ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് നമുക്ക് ആത്മാവിലൂടെ വെളിപ്പെടുത്തി തരികയുള്ളൂ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയിൽ നിങ്ങൾ ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും. മാത്യു 21:22 ഒന്നിനെക്കുറിച്ചും വിഷാദിക്കേണ്ട, എല്ലാറ്റിനും പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക. ഫിലിപ്പ് 4:6 പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ഞാൻ പ്രാർത്ഥിച്ചതെല്ലാം എനിക്ക് ദൈവം തന്നു കഴിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കണം. എന്നാൽ അത് നിങ്ങൾക്ക് അതുപോലെ സംഭവിക്കും. കർത്താവ് യേശുവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ യാചിക്കണം. സ്തോത്രം. സ്വർഗീയ പിതാവേ, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ പ്രാർത്ഥനയും കർത്താവേ ദൈവവചനങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മക്കളും കർത്താവായ ദൈവത്തിൻ്റെ മക്കളായിട്ട് കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ, അംഗീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ പിതാവേ, ഏതെല്ലാം വേദനകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളിലും കർത്താവെ കടന്നു പോകുന്ന ഓരോ മക്കളെയും കർത്താവായ ദൈവം അനുഗ്രഹിച്ച് കർത്താവ് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും കർത്താവർക്ക് വെളിപ്പെടുത്തുവാൻ തക്കുന്നു സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവർക്ക് തുണയായി നിന്ന് കർത്താവെ പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാത്ത വ്യക്തികൾക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവരെ വഴി നടത്തണമേ കർത്താവെ.
സ്വർഗത്തിലെ ദൈവമേ, വചന വായനയിലും കർത്താവെ, പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും എല്ലാം കർത്താവായ ദൈവം അവരെ വഴി നടത്തി കർത്താവെ, വിജയത്തിൻ്റെ പാതയിലേക്ക് കർത്താവായ ദൈവം കരം പിടിച്ച് നടത്തി പരിശുദ്ധ പിതാവായ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന ദൈവമക്കളായിട്ട് ഓരോരുത്തരെയും മാറ്റിക്കൊള്ളുമാറാകണമെന്ന് യേശുവിൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്ന നല്ല പിതാവേ.